എന്താണ് സാർ ഇവിടുത്തെ പ്രധാന ചികിത്സാ രീതികളൊക്കെ? ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ ഏത് രൂപത്തിലുള്ളതായാലും, അതായത് സ്ത്രീക്കുള്ളതായാലും പുരുഷനുള്ളതായാലും, അതുപോലെ തന്നെ അത് ഏത് തരത്തിലുള്ളതായാലും പ്രായം ഒരു പ്രശ്നമല്ല, ആ രീതിയിലുള്ള എല്ലാ ചികിത്സകളും ഇവിടെ നൽകുന്നുണ്ട്. ഇവിടെ ശാസ്ത്രീയമായ ചികിത്സാ രീതികളാണ് നൽകുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രധാന പ്രശ്നങ്ങളായ ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള വിരക്തി, ഇത്തരം കാര്യങ്ങൾക്കുള്ള ചികിത്സകളാണ് മുഖ്യമായും നൽകുന്നത്. അതുകൂടാതെ ലൈംഗികമായിട്ടുള്ള ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയാതെ വരിക, ലിംഗത്തിനുണ്ടാകുന്ന അണുബാധ, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ, ശുക്ലത്തിൻ്റെ അളവ് കുറയുക, അതുപോലെ തന്നെ ബീജാണുക്കളുടെ അളവ് കുറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ശാസ്ത്രീയമായി ചികിത്സിക്കുന്നുണ്ട്. സാർ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതായത് സാധാരണ രീതിയിൽ പുരുഷൻ്റെ ലൈംഗികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ശേഷിക്കുറവാണ്. ഈ ശേഷിക്കുറവ് എന്ന് പറയുന്നത് ലൈംഗികമായി ആഗ്രഹം ഉടലെടുക്കുമ്പോൾ ലിംഗം ഉയർന്നു വരാതിരിക്കുക, അഥവാ ഉയർന്നു വന്നാൽ തന്നെ യോനിക്കുള്ളിലേക്ക് കടത്തുവാനുള്ള ദൃഢതയില്ലാതെ വരിക. അങ്ങനെ ദൃഢതയില്ലാത്ത ഒരു അവസ്ഥയ്ക്കാണ് ലൈംഗിക ശേഷിക്കുറവ് എന്ന് പറയുന്നത്. ഈ ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ പലതാണ്. സാർ ഇപ്പോൾ പറഞ്ഞു ശേഷിക്കുറവെന്ന്, എന്തെല്ലാമാണ് സാർ ഇതിൻ്റെ കാരണങ്ങൾ? ശേഷിക്കുറവിൻ്റെ കാരണങ്ങൾ പ്രധാനപ്പെട്ടത് 3 കാരണങ്ങളാണ്. ഒന്ന് രക്തസംബന്ധമായത്, 2 ഞരമ്പ് സംബന്ധമായത്, പിന്നെ ഹോർമോൺ സംബന്ധമായത്, പിന്നെ മറ്റ് അനുബന്ധ രോഗങ്ങൾ മൂലവും ശേഷിക്കുറവുണ്ടാകാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് ശേഷിക്കുറവുണ്ടാകാം, അതുപോലെ തന്നെ ലിവറിൻ്റെ, കിഡ്നിയുടെ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ശേഷിക്കുറവുണ്ടാകാം. സാർ, അതൊക്കെ ഒന്ന് വിവരിക്കുമോ? ഞാൻ വിശദീകരിക്കാം. സാധാരണഗതിയിൽ ലിംഗം ഒരു ബലൂൺ പോലെ ഒരു അല്ലെങ്കിൽ അമ്പലപ്പറമ്പിലൊക്കെ കിട്ടുന്ന നീളമുള്ള ബലൂണായിട്ട് തന്നെ സങ്കല്പിക്കുക. അതിലേക്ക് നാം കാറ്റ് ഊതി വിടുകയാണെങ്കിൽ ബലൂൺ വികസിച്ചു വരും. ഇതേപോലെ ലിംഗത്തിലേക്ക് രക്തം കടക്കുകയാണെങ്കിൽ, രക്തം ശക്തിയായി പ്രവേശിക്കുകയാണെങ്കിൽ ലിംഗം ഉയർന്നു വരും. ഇത് തന്നെയാണ് അതിനകത്ത് ബേസിക് തിയറി. അപ്പോൾ ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തം എത്താതെ വരിക, എത്തുന്ന രക്തം പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുക, അതായത് വീനസ് ലീക്കേജ്. ഈ 2 കാരണങ്ങളാണ് രക്തസംബന്ധമായത്. രക്തം എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ലിംഗത്തിലെ രക്തക്കോളുകൾക്ക് ഉൾവ്യാസം കുറയുക, അതായത് കൊളസ്ട്രോള്, പിന്നെ അതുകൂടാതെ അത്രോസ്ക്ലിറോസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ലിംഗത്തിലേക്ക് വേണ്ടത്ര രക്തമെത്തില്ല. അപ്പോൾ രക്തമെത്താത്തതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. ഇതുകൂടാതെ തലച്ചോറിൽ നിന്ന് ഒരു സ്ത്രീയുടെ സ്പർശനമോ ദർശനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയോ വരുമ്പോൾ പുരുഷൻ്റെ ലിംഗം ഉയർന്നു വരാറുണ്ട്. അങ്ങനെ പുരുഷൻ്റെ ലിംഗം ഉയർന്നു വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തലച്ചോറിൽ നിന്ന് ചില സിഗ്നലുകൾ നട്ടെല്ല് വഴിക്ക്, പുണരൽ നെർവ് വഴിക്ക് ലിംഗത്തിലേക്ക് എത്തുന്നതാണ്. ഇതിന് ഏതെങ്കിലും രൂപത്തിലുള്ള തടസ്സമുണ്ടാകുകയാണെങ്കിൽ ലിംഗം ഉയർന്നു വരാത്ത അവസ്ഥയിലേക്ക് പോകും. ഇനി മൂന്നാമതായി ഹോർമോണുകളാണ്. ഹോർമോൺ എന്ന് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, FSH ഉണ്ട്, LH ഉണ്ട്, തൈറോയ്ഡ് ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്, ഇത്തരം ഹോർമോണുകളുണ്ട്. ഇത്തരം ഒട്ടനവധി ഹോർമോണുകൾ ലൈംഗികമായിട്ടുള്ള ബലത്തെ നിയന്ത്രിക്കുന്നുണ്ട്, അഥവാ ലൈംഗിക ദൃഢതയെ, ലിംഗത്തിൻ്റെ ദൃഢതയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇങ്ങനെ ആ ദൃഢത നിയന്ത്രിക്കുന്നതിൽ ഏതെങ്കിലും ഹോർമോണിൻ്റെ കുറവോ അല്ലെങ്കിൽ ചില ഹോർമോണുകളുടെ, പ്രത്യേകിച്ച് തൈറോയിഡിൻ്റെ ഒക്കെ തൈറോയ്ഡ്, പ്രൊലാക്റ്റിൻ എന്നിവയുടെ കൂടുതലോ ഉണ്ടാകുകയാണെങ്കിൽ ലൈംഗിക ശേഷി ഉണ്ടാവും, ശേഷി കുറവുണ്ടാവും. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്നുള്ളത് കണ്ടുപിടിച്ച് ഈ 3 രൂപത്തിൽ, അതായത് രക്തസംബന്ധമായതാണോ, ഞരമ്പ് സംബന്ധമായതാണോ, ഹോർമോൺ സംബന്ധമായതാണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള ചികിത്സകൾ നൽകുകയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത്. ഇനി അതുകൂടാതെ ഇതിനകത്ത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നം കൊണ്ടുവരാം, വൃക്കകളുടെ രോഗം കൊണ്ടുവരാം, ലിവറിൻ്റെ രോഗം കൊണ്ട്, ലിവർ സിറോസിസ് മുതലായ രോഗം കൊണ്ടുവരാം, ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം, തലച്ചോറിനെ ബാധിക്കുന്ന അൽഷിമേഴ്സ്, മറ്റേ അതുകൂടാതെ പാർക്കിൻസൺസ്, ഇത്തരം അസുഖങ്ങൾ കൊണ്ടൊക്കെ ലൈംഗിക ശേഷിക്കുറവുണ്ടാകും. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുകയാണ് നാം സാധാരണ രീതിയിൽ ശാസ്ത്രീയമായിട്ട് ഇതിന് ചെക്കപ്പുകൾ ചെയ്യേണ്ടതുണ്ട്. സാർ, ഇതിൻ്റെ ടെസ്റ്റുകളൊക്കെ എങ്ങനെയാണ് സാർ നടത്തുന്നത്? ഈ ടെസ്റ്റുകൾ എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ഒരു രോഗി വരുമ്പോൾ രോഗിയിൽ നിന്ന് ഇതിൻ്റെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചറിയും. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്, വളരെ മെല്ലെ മെല്ലെ പുരോഗമിക്കുകയാണോ ചെയ്തത്, അത് ഒറ്റയടിക്ക് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുകയാണോ ചെയ്തത്, അതല്ല വളരെ മെല്ലെ മെല്ലെ
പുരോഗമിച്ചു വരികയാണോ? ഇതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടായിരുന്നോ? ഉദാഹരണമായിട്ട് പ്രമേഹമുണ്ടായിരുന്നോ? ഹൃദയത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഓപ്പറേഷനുകൾ ചെയ്തിട്ടുണ്ടോ? അതുകൂടാതെ ഇദ്ദേഹത്തിന് എൻ്റെ സ്വന്തം ഭാര്യയോട് എന്തെങ്കിലും വിരക്തി അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരു അനുമാനത്തിലെത്തുന്നു. ഈ അനുമാനത്തിലെത്തിയാൽ ഇദ്ദേഹത്തിന് ഒരു ഉദാഹരണം പറയാം. കഠിനമായ ക്ഷീണം വരുന്നു, ദാഹം കൂടുതലുണ്ട്, അതുപോലെ തന്നെ മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നുണ്ട്. തീർച്ചയായും ഇത്രയും കേൾക്കുന്നതിന് തന്നെ അദ്ദേഹത്തിന് പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ ആ മിക്ക വ്യക്തികളിലും ഇതിൻ്റെ അടിസ്ഥാന കാരണം പ്രമേഹമായി മാറാറുണ്ട്. അപ്പോൾ പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ എന്തായാലും ശരി അതിനകത്ത് ചെക്ക് ചെയ്യും. ഇതുകൂടാതെ ഹൃദയത്തിൻ്റെ ശക്തി ഇതിനാവശ്യമാണ്. അപ്പോൾ ഒരു ECG എടുത്ത് നോക്കും. അപ്പോൾ ഹൃദയ സംബന്ധമായത് ചെക്ക് ചെയ്യുന്നു, രക്തം പരിശോധിച്ച് പ്രമേഹമുണ്ടോ എന്ന് നോക്കുന്നു, അദ്ദേഹത്തിൻ്റെ പ്രഷർ നോക്കുന്നു. ഇതെല്ലാത്തിനും നമ്മളൊരു രൂപത്തിലെത്തുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സാധ്യമായ ഹോർമോണുകളെല്ലാം നാം ടെസ്റ്റ് ചെയ്യുന്നു. ഞരമ്പുകളുടെ ടെസ്റ്റ് ചെയ്യുന്നു. അത് ബയോതെസ്മിയോമെട്രി വെച്ച് ടെസ്റ്റ് ചെയ്യുന്നു. ഇതിന് ശേഷം ഒരു അനുമാനത്തിലേക്ക് എത്തുന്നു. ചിലപ്പോൾ ഫാർമക്കോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന അഥവാ പൈപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റുണ്ട്. ആ ടെസ്റ്റ് ചെയ്തിട്ട് ലിംഗത്തിലെ രക്തക്കൊള്ളികൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കുന്നു. ഇത്തരം ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ഇന്നതാണ് കാരണമെന്ന് കണ്ടുപിടിക്കുന്നു. ആ കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രമേഹമുണ്ടെങ്കിൽ പ്രമേഹത്തിന് ചികിത്സിക്കണം, പ്രഷറുണ്ടെങ്കിൽ പ്രഷറിന് ചികിത്സിക്കണം, ഹൃദ്രോഗമുണ്ടെങ്കിൽ ഹൃദ്രോഗത്തിന് ചികിത്സിക്കണം. ഇങ്ങനെ അറിയപ്പെടുന്ന രോഗങ്ങൾക്കെല്ലാം ചികിത്സ നൽകുന്നതോടൊപ്പം ലൈംഗിക പ്രശ്നങ്ങൾക്കും ചികിത്സ നൽകുന്നു. ഇതാണ് ഇവിടുത്തെ ശാസ്ത്രീയമായ രീതി. ഇതിൻ്റെ ചെലവുകളൊക്കെ എത്രത്തോളം വരും സർ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, രോഗിയുടെ രോഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ അത് ഏതെല്ലാം ടെസ്റ്റുകൾ ചെയ്യുന്നോ എല്ലാ ടെസ്റ്റുകളും ചെയ്യണമെങ്കിൽ 12,000 13,000 രൂപയൊക്കെ ടെസ്റ്റുകൾക്ക് ചിലവ് വരാറുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ മാത്രമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1,500 രൂപ 2,000 രൂപയ്ക്ക് നമുക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ കഴിയും. അതല്ല, ഇദ്ദേഹത്തിൻ്റെ രോഗം എത്ര കാലമായുണ്ട്, 10-15 വർഷമായിട്ട് ലൈംഗിക ശേഷി കുറവുള്ള ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. ഈ പരിപൂർണമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ 12,000 13,000 രൂപയൊക്കെ ചിലവ് വരും. അതിൽ ലിംഗത്തിലേക്കുള്ള ഇഞ്ചക്ഷനുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ ഇതിൽ ഒരു അനുമാനത്തിലെത്തിയിട്ട് ഇന്നതാണ് കാരണമെന്ന് കണ്ടുപിടിച്ചിട്ട് അദ്ദേഹത്തിന് ഗുളികയാണോ വേണ്ടത്, ഇഞ്ചക്ഷനാണോ വേണ്ടത്, അതോ ഇനി ഓപ്പറേഷനാണോ വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കും. അതാണ് ലൈംഗിക ശേഷിക്കുറവിൻ്റെ ചികിത്സ. ഈ എല്ലാ ചികിത്സയും സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലഭ്യമാണോ സർ? അതെ, ചികിത്സ എല്ലാം ലഭ്യമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ജനങ്ങൾക്ക് വരുന്ന ഒരു തെറ്റിദ്ധാരണ, അതായത് ഞാൻ ഇത്രയും ടെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് എൻ്റെ ചികിത്സയിൽ ഞാൻ ഇത്രയും ഇങ്ങനെ ചികിത്സിക്കുകയാണ്, എൻ്റെ രോഗം മാറുമെന്നുള്ളൊരവസ്ഥയാണ്. ഒരു കാര്യം പറയട്ടെ, എല്ലാ രോഗവും മാറ്റുവാൻ കഴിയുന്ന ഒന്നല്ല. കഠിനമായ പ്രമേഹമുള്ള ഒരു വ്യക്തിക്ക്, അതായത് ഞങ്ങൾ സാധാരണ HbA1c എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഈ HbA1c ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അത് 12-ന് മേലോട്ടാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വളരെയധികം ശ്രമിച്ച് ഇദ്ദേഹത്തിൻ്റെ HbA1c കുറച്ചു കൊണ്ടുവരണം. അത് കുറച്ചു കൊണ്ടുവന്നിട്ട് ഒരു 8-ന് താഴോട്ടൊക്കെ എത്തുകയാണെങ്കിൽ ലൈംഗിക ശേഷി വീണ്ടെടുക്കും. അപ്പോൾ ഡോക്ടർ മാത്രം തീരുമാനിച്ചാൽ പോരാ, രോഗിയും ഈ കാര്യത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ശരിയായ വ്യായാമം ചെയ്യണം, ആഹാര നിയന്ത്രണം വേണം, സമയത്തിന് മരുന്ന് കഴിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രമേഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ലൈംഗിക ശേഷിക്കുറവ് മാറ്റിയെടുക്കാൻ കഴിയും. സർ, എന്താണ് HbA1c? HbA1c എന്ന് പറയുന്നത് സാധാരണ ഇതിൽ 3 മാസത്തിലൊരിക്കൽ പ്രമേഹം എത്രത്തോളം നിയന്ത്രിക്കപ്പെട്ടു എന്നറിയുവാനുള്ള ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ മരുന്ന്, അതായത് നമ്മളൊരു ദിവസം ചെന്നു രാവിലെ അപ്പോൾ പ്രമേഹം നോക്കി, ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് പ്രമേഹം അതായത് 1.5 മണിക്കൂർ കഴിഞ്ഞ് പ്രമേഹം നോക്കി, ആ ലെവലൊക്കെ നോർമലായിരിക്കും. പക്ഷേ ഇദ്ദേഹം ശരിക്ക് ഗുളിക കഴിച്ച് പോകുന്നുണ്ടോ, ശരിക്ക് പ്രമേഹം നിയന്ത്രിക്കുന്നുണ്ടോ എന്നറിയാൻ പറ്റുന്ന ടെസ്റ്റാണ് HbA1c. അത് ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ ലെവലും അറിയാം. അതിനോടനുബന്ധിച്ച് തന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ന്യൂറോപ്പതിയും അതുമായിട്ട് നല്ല ബന്ധമുണ്ട്. എങ്ങനെ ന്യൂറോപ്പതിയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ, HbA1c ഒരു 10-ന് മേലോട്ട് പോകുന്നവരുടെ ബയോതെസ്മിയോമെട്രി ചെയ്യുമ്പോൾ അവരുടെ ലെവല് 25-ന് മേലോട്ടാണ് കിട്ടുക. അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് ഞരമ്പുകൾക്ക് തകരാറ് വന്നിട്ടുണ്ടെന്നാണ്.
അപ്പം അത് ലൈംഗിക ശേഷിയെ അതെ അതെ, അത് ലൈംഗിക ശേഷിയെ കാര്യമായി ബാധിക്കും. ഞരമ്പുകൾക്ക് തകരാറ് വന്നു കഴിഞ്ഞാൽ ലൈംഗിക ശേഷിയെ കാര്യമായി ബാധിക്കും. അതുകൊണ്ടാണ് ബയോതെസ്മിയോമെട്രി എല്ലാവർക്കും നിർബന്ധമായി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. ഇത് സ്ത്രീക്കും ഒരുപോലെ തന്നെയാണോ ഈ ടെസ്റ്റൊക്കെ വരുന്നത് സർ? അല്ല, സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ വേറൊരു രൂപത്തിലാണ്. അപ്പോൾ ആ രൂപത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ഏറെക്കുറെ സമാനമാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്യണം. അതെന്തെല്ലാമാണ് സർ അതിൻ്റെ രോഗങ്ങൾ, അതിൻ്റെ ചികിത്സാ രീതികൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിവിടെ വിട്ടുപോയൊരു കാര്യമുണ്ട്. പുരുഷൻ്റെ നമ്മളൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്തുള്ളൂ. അതായത് നമ്മളിപ്പോൾ ശേഷിക്കുറവ് മാത്രമേ ചർച്ച ചെയ്തുള്ളൂ. ഇവിടെ വരുന്ന രോഗികളിൽ ഒരു 60-70% ശേഷിക്കുറവ്, ലൈംഗിക ശേഷിക്കുറവ് അഥവാ ലിംഗം ഉദ്ധരിച്ച് വരാത്ത അവസ്ഥയുമായിട്ടാണ് വരുന്നത്. എന്നാൽ ശീഘ്രസ്ഖലനം എന്നൊരവസ്ഥയുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മളിവിടെ വിശദീകരിക്കേണ്ടതുണ്ട്. സർ, എന്താണ് ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത്? ശീഘ്രസ്ഖലനം എന്ന് പറയുന്നത് സാധാരണ ഇതിൽ പുരുഷനും സ്ത്രീയും ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കുന്നത് വരെ ലിംഗം ദൃഢതയിൽ നിൽക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സ്ത്രീക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിക്കില്ല. അങ്ങനെ രതിമൂർച്ച ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നു. അതായത് പെട്ടെന്ന് ശുക്ലം പോവുക. ചിലർക്ക് യോനിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഉടനെ തന്നെ ശുക്ലം പോകുന്ന അവസ്ഥ വരും. ചിലർക്ക് 1 മിനിറ്റിന് താഴെ ശുക്ലവിസർജനം ഉണ്ടാകുന്നു. ഇത്തരം അവസ്ഥയിൽ സ്ത്രീകൾക്ക്, അതായത് തൻ്റെ സഹധർമ്മിണിക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിക്കുകയില്ല. അത് കുടുംബകലഹങ്ങളിലേക്കും അസ്വസ്ഥതകളിലേക്കും പോകാറുണ്ട്. അത്തരം ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുവാൻ കഴിയുമെന്ന്. പണ്ട് ശീഘ്രസ്ഖലനത്തിന് ബിഹേവിയർ തെറാപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് സ്ക്യൂസ് മെത്തേഡ്, അതുപോലെ തന്നെ സ്റ്റോപ്പ് സ്റ്റാർട്ട് മെത്തേഡ്, റിവേഴ്സ് കൗണ്ടിങ്, അങ്ങനെയുള്ള പല, അതായത് ഡൈവേർട്ട് ചെയ്യുക, അതായത് ബ്രെയിനിനെ ഡൈവേർട്ട് ചെയ്ത് മാറ്റിയെടുക്കുക. പക്ഷേ ഈ ശീഘ്രസ്ഖലനത്തിന് അത്തരം ചികിത്സകളിലേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും ഇറക്ഷൻ പോകാറുണ്ട്. ഇന്ന് അതിന് പ്രത്യേക തരത്തിലുള്ള മെഡിസിൻ വന്നിട്ടുണ്ട്. വളരെ അപൂർവമായി ലേസർ തെറാപ്പി ചെയ്യാറുണ്ട്. അതുകൊണ്ട് വേണ്ടത്ര സമയം കൈവരിക്കുവാൻ ഇന്ന് മിക്ക പുരുഷന്മാർക്കും ചികിത്സ വഴിക്ക് കഴിയുന്നുണ്ട്. എന്നാൽ അപൂർവം, സത്യം പറയട്ടെ, ശീഘ്രസ്ഖലനത്തിനുള്ള ചികിത്സയിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇത് ഇറക്ഷനുള്ള ചികിത്സ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുന്ന രീതിയിൽ മാർഗങ്ങളുണ്ട്. അതായത് ഒന്നുകിൽ ഗുളിക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ. പക്ഷേ ചില വ്യക്തികൾക്ക് ഏത് മരുന്ന് കൊടുത്താലും എത്ര ഡോസ് കൂടുതൽ നൽകിയാലും ശീഘ്രസ്ഖലനം പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. ലേസർ തെറാപ്പി ഇന്ന് ഒരു പരിധിവരെ ഉപകാരത്തിൽ വരുന്നുണ്ട്. അതും അതിൻ്റെ ആരംഭഘട്ടത്തിലാണെന്ന് മാത്രം. അതൊക്കെ ചിലവേറിയതാണ്, വളരെ ചിലവേറിയ ചികിത്സയാണ്. അതായത് ശീഘ്രസ്ഖലനത്തിനുള്ള സാധാരണ രീതിയിലുള്ള ചികിത്സയ്ക്ക് അത്ര ചിലവ് വരില്ല. അതിൻ്റെ പരിശോധനകളെല്ലാം നടത്തി ഞരമ്പിൻ്റെ പ്രശ്നമാണോ ഹോർമോണിൻ്റെ പ്രശ്നമാണോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ വലിയ ചിലവ് വരില്ല. ലേസർ തെറാപ്പി മുതലായ ചികിത്സകളിലേക്ക് പോവുകയാണെങ്കിൽ വളരെയധികം ചിലവ് വരുന്ന ഒരു കാര്യമാണത്. ഇത് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ടെസ്റ്റുകൾ നേരത്തെ പറഞ്ഞ അതേ രൂപത്തിലുള്ള ടെസ്റ്റുകളെല്ലാം ഇവിടുന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ. ഇനി മറ്റ് രോഗങ്ങൾ എന്തെല്ലാം? മറ്റ് രോഗങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കാണുന്ന ലൈംഗികമായിട്ടുള്ള താല്പര്യമില്ലായ്മ, വിരക്തി, ഇങ്ങനെയുള്ളതാണ്. അതിൽ ഞങ്ങളിവിടെ വരുന്ന കേസുകളിൽ ഈ വിരക്തിയുള്ളവരും താല്പര്യമില്ലായ്മ കാണിക്കുന്നതും ബന്ധപ്പെടാതിരിക്കുന്നവരുമെല്ലാം മിക്ക പുരുഷന്മാരിലും അവർക്ക് ഒരു പകുതിയോളം പുരുഷന്മാരിൽ വരുന്നവരിൽ പകുതിയോളം പുരുഷന്മാരിൽ ഹോമോസെക്ഷൽ ട്രെൻഡ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെ സംബന്ധിച്ച് ഹൈപ്പോഗോണഡിസം, അവരുടെ ഹോർമോൺ വളരെയധികം താഴ്ന്ന ലെവലിലായിരിക്കും. അത് മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ സെക്കൻഡറി ആയിട്ട്, അതായത് മറ്റു രീതിയിലുള്ള തലച്ചോറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അത്തരം അസുഖങ്ങളെല്ലാം വരുമ്പോൾ നമുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് ഇതിങ്ങനെ ഹോർമോൺ ലെവൽ കുറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നോക്കണം. പിന്നെ ചിലരുടെ പ്രോസ്റ്റേറ്റ് അല്ല, പ്രൊലാക്റ്റിൻ കൂടുതലായി കാണുന്നുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയിട്ട് അവർക്ക് എന്താണ് അതിൻ്റെ പരിണിത ഫലം, അതായത് ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിനെ മാറ്റി നല്ല പൊട്ടൻ്റായിട്ടുള്ള DHT ആക്കുന്ന ഒരു മെത്തേഡ് അവിടെ പരാജയപ്പെടുന്ന അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വല്ലതും വരികയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ ഞങ്ങളിവിടെ നൽകുന്നുണ്ട്. അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിട്ടും ഞങ്ങളിവിടെ ചികിത്സിക്കുന്നത് ശേഷിക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക വിരക്തി മുതലായ കാര്യങ്ങളാണ്. ഇതിനെല്ലാം ഉപരി ആയിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു അടിസ്ഥാന കാരണമുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രമേഹമായിരിക്കാം, ചിലരെ സംബന്ധിച്ചിടത്തോളം അത് പ്രഷറായിരിക്കാം,
ചിലർക്കത് പൊണ്ണത്തടി അഥവാ മെറ്റബോളിക് സിൻഡ്രോം ആകാം. അപ്പോൾ എന്താണോ ഇതിൻ്റെ, ചിലർക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമാകാം, ചിലർക്ക് തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നമാകാം. ഈ പ്രശ്നങ്ങൾ ലൈംഗിക പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്, അടിസ്ഥാന കാരണം എന്താണെന്നുള്ളത് ഞങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് നൽകുന്നു. അതല്ലാതെ ഏതെങ്കിലും ഒരു ഡോക്ടർ എടുക്കാൻ പോകുന്നു, എനിക്ക് ശേഷിക്കുറവാണ്, ഒരു വയാഗ്ര എഴുതി കൊടുക്കുന്നു. അതല്ല ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വയാഗ്ര എഴുതി കൊടുത്താൽ അവർ ജീവിതകാലം ആ വയാഗ്ര കഴിച്ചുകൊണ്ടിരിക്കും. അവരുടെ അടിസ്ഥാന രോഗത്തിന് അവരൊരു ചികിത്സയും ചെയ്യില്ല. 10, 40, 45 വയസ്സാകുമ്പോൾ ഒന്നിൽ ആ വ്യക്തിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് അല്ലെങ്കിൽ പ്രമേഹം മൂർച്ഛിച്ച് ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകുന്നതായി കാണാം. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ പൊണ്ണത്തടി, പ്രമേഹം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഒരു തരത്തിൽ ഭക്ഷണ രീതി കൊണ്ടും അവരുടെ ജീവിത സാഹചര്യം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണല്ലോ. അപ്പോൾ അതും ഇതിനൊരു കാരണം തന്നെയല്ലേ? തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളാണ് മറ്റേ ഈ ലൈംഗിക പ്രശ്നങ്ങൾക്ക് ഏറ്റവും കാരണമായി മാറുന്നത്. ജീവിതശൈലി രോഗം, അതായത് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ, ഇതൊക്കെ നല്ലവണ്ണം വ്യായാമം ചെയ്യുകയും നല്ലവണ്ണം ആഹാരത്തിൽ ശ്രദ്ധിക്കുകയുമാണെങ്കിൽ നമുക്കതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇന്നത്തെ പ്രവണത നമുക്കാർക്കും പട്ടിണിയില്ല. അതുകൊണ്ട് വയറ് നിറച്ചല്ല, അതിൽ കൂടുതൽ കഴിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3/4 ഭാഗം വയറ് നിറച്ചാൽ മതി. നല്ല ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ വ്യായാമം സ്ഥിരമായി ചെയ്യുകയും വേണം. പിന്നെ ഈ ഭക്ഷണം മാത്രമല്ല, ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്താ പറയുക, ഈ നീലചിത്രം കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലും കണ്ടുവരുന്നുണ്ടല്ലോ സാർ. എന്താണ് സാറിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? അത് വെറുതെ ന്യൂ ജനറേഷനെ മാത്രം നീലചിത്രങ്ങൾ കാണുക എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എനിക്കിവിടെ വരുന്ന രോഗികളിൽ 65 വയസ്സുള്ള ഓൾഡ് ജനറേഷനും നീലചിത്രങ്ങൾ കണ്ടിട്ട് ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തിയവരുണ്ട്. വെറുതെ നമ്മളെല്ലാത്തിനും ന്യൂ ജനറേഷനെ അങ്ങോട്ട് പഠിക്കുക, അവരെന്തോ മോശക്കാരാണ്, മറ്റേ ഓൾഡ് ജനറേഷൻ വളരെ നല്ല ആൾക്കാരാണ്, അതൊക്കെ വെറും തെറ്റിദ്ധാരണ. ഓൾഡ് ജനറേഷനും ന്യൂ ജനറേഷനും ഒക്കെ ലൈംഗിക കാര്യങ്ങളിൽ, ലൈംഗിക വൈകൃതങ്ങളിലൊക്കെ ഒരേ രൂപത്തിൽ തന്നെയാണ്. പിന്നെ ന്യൂ ജനറേഷന് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട്, സാഹചര്യം കിട്ടുന്നുണ്ട്, അത്രമാത്രം. അതുകൊണ്ട് അല്ല, ഈ സാഹചര്യം കിട്ടുന്നതിൽ നമ്മൾ ഒരു സർവേ നടത്തിയതിൽ നീലചിത്രങ്ങൾ കൂടുതൽ കാണുന്നതിൽ അതായത് 60 വയസ്സിന് മേലുള്ളവരും കാണുന്നുണ്ടെന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അല്ലാതെ അവരെ മാത്രമായിട്ട് നമ്മളങ്ങ് തള്ളിക്കളയല്ലേ. ഓക്കെ സാർ, സ്ത്രീകൾക്ക് ഇതിലുള്ള പങ്ക്, അല്ലെങ്കിൽ ഇത് സ്ത്രീകളെയും കൂടി ബാധിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച്? ഈ നീലചിത്രം കാണുന്നത് നമ്മൾ പുരുഷന്മാരെയാണ്. സ്ത്രീയെയും ബാധിക്കുന്നുണ്ട്, പുരുഷനെയും ബാധിക്കുന്നുണ്ട്. അതിനോടൊരു അഡിക്ഷൻ വരുന്നതിൽ കൂടുതലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പുരുഷനിലാണെന്ന് മാത്രം. പിന്നെ സ്ത്രീകൾക്കും ഇതിനോട് താല്പര്യം വന്നു കഴിഞ്ഞാൽ അവരുടെ ലൈംഗികമായിട്ടുള്ള സങ്കല്പങ്ങൾ മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ രതിമൂർച്ച ആർജിക്കുവാനുള്ള കഴിവിലും മറ്റും മാറ്റങ്ങൾ കാണുന്നുണ്ട്. സാർ, അപ്പോൾ ഈ ഹോർമോൺ വ്യതിയാനം മൂലമുണ്ടാകുന്ന ലൈംഗിക പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് സാർ? ഹോർമോൺ മൂലം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ സാധാരണ ഇതിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് ഇതിന് പ്രധാന പങ്ക് വഹിക്കുന്നതെന്ന് നമുക്കറിയാം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 30 വയസ്സ് കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് ഓരോ വർഷവും ഓരോ ശതമാനം വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 30 വയസ്സിന് ശേഷം അവൻ്റെ ലൈംഗിക ശേഷി നഷ്ടപ്പെട്ട് വരുന്നതായി കാണാം. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കില്ല. കാരണം അവൻ്റെ ചിന്തയും കാര്യങ്ങളും എല്ലാം ആയിട്ട് ലൈംഗികമായിട്ടുള്ള, പക്ഷേ ഒരു 40 വയസ്സാകുമ്പോഴത്തേക്കും ലൈംഗിക ശേഷിയിലൊരു വ്യതിയാനം കാണുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ലൈംഗിക ശേഷിയിൽ വ്യതിയാനം കാണുമ്പോൾ അപ്പോൾ തന്നെ ചികിത്സയ്ക്ക് വിധേയമാകുകയാണെങ്കിൽ, ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഹോർമോൺ ആണെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് നൽകി വ്യായാമം ചെയ്ത് അതിനുള്ള മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് നൽകി അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയും. അതിൻ്റെ ചികിത്സാ രീതികളും ടെസ്റ്റുകൾ അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ സാർ? ചികിത്സാ രീതികൾ എല്ലാ ടെസ്റ്റുകളും അതിനകത്ത് ചെയ്യുകയാണ് നല്ലത്. അതായത് പ്രമേഹമുണ്ടോ, പ്രഷറുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഇതെല്ലാം നോക്കിയതിന് ശേഷം ഹോർമോണുകൾ ചെയ്യുമ്പോൾ വെറും ടെസ്റ്റോസ്റ്ററോൺ മാത്രമായിട്ട് ചെയ്യരുത്. FSH, LH, അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ, തൈറോയിഡ്, ഇതെല്ലാം ആ കൂട്ടത്തിൽ നോക്കണം. എന്നാലേ നമുക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറയാനുണ്ടായ കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. അതൊന്ന് വിശദീകരിക്കാമോ? FSH എന്നൊക്കെ പറഞ്ഞ് സാർ പറഞ്ഞല്ലോ. അതെ, FSH, LH എന്നൊക്കെ പറയുന്നത് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. ഈ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ലൂട്ട്നൈസിങ് ഹോർമോൺ എന്ന് പറയുന്നത് LH, അതിൻ്റെയൊക്കെ ലെവൽ കുറയുകയോ കൂടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വൃഷ്ണങ്ങളിൽ നിന്നും ആഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നുമാണ് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുന്നത്. ആ ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്നതാണ് ഈ FSH ഹോർമോണും LH ഹോർമോണും ഒക്കെ. അതിൻ്റെ കുറവും കൂടുതലും അത് നമുക്ക് ഒറ്റയടിക്ക് വിശദീകരിച്ച് തരാൻ കഴിയുന്നതല്ല. അതിൻ്റെ കുറവിനും കൂടുതലിനും അനുസരിച്ച് നമ്മൾ അനുസരിച്ചുള്ള മരുന്നുകൾ നൽകേണ്ടതുണ്ട്. ചിലപ്പോൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലേക്ക് പോകേണ്ടി വരും, സ്കോട്ടത്തിന് എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ. അതും ചിലവേറിയത് തന്നെയാണ്. ലൈംഗികമായിട്ടുള്ള ചികിത്സ ശരിയായ കാരണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ
ചിലവേറിയത് തന്നെയാണ്. ഇതൊരു പനി, ചുമ, ജലദോഷം എന്ന് പറയുന്നതുകൊണ്ടും പാരസെറ്റമോളും അവലും കോറക്സും അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു ചികിത്സയല്ല. അടിസ്ഥാന കാരണം കണ്ടുപിടിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കി അതിന് ഉതകുന്ന ചികിത്സ നൽകുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരു രോഗിക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗുളിക കൊടുക്കുന്നു, അവൻ ആയുഷ്കാലം അവൻ്റെ അകത്ത് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആ അസുഖം വളരുവാനും അനുവദിക്കുന്ന ഒരു വ്യാജ ചികിത്സ നൽകുന്നത് ശരിയല്ല, അത് തെറ്റാണ്. ആ ചികിത്സാ രീതികളെല്ലാം സാറിൻ്റെ ISRM അതെ, ഇവിടെയല്ല ആ രീതിയിലുള്ള ചികിത്സാ രീതിയാണ് നൽകുന്നത്. അപ്പോൾ രോഗികളെ സംബന്ധിച്ച് ഇതിന് ഇത്രത്തോളം എന്തുകൊണ്ടാണ് ചിലവ് വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലവ് വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് കൊടുക്കാറുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്നുള്ളതാണ്. ഈ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷേ ബോധം വേണം ഇതിനെക്കുറിച്ച്. ഇതൊരു മാരക രോഗത്തിൻ്റെ ലക്ഷണമാകാം ലൈംഗിക പ്രശ്നങ്ങൾ. മിക്ക ലൈംഗിക പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ്. ആ ലക്ഷണം കാണുമ്പോഴത്തേക്കും ലക്ഷണത്തിന് മാത്രമുള്ള തൊലിപ്പുറത്തുള്ള ചികിത്സ അല്ല ചെയ്യേണ്ടത്, അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ചെയ്യുന്നതിനാണ് ISRMയുടെ മുൻകൈ നൽകുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോകാനാണ്. സാർ, ഈ ലൈംഗിക പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി പുറത്തൊന്നും പറയാതെ വിവാഹം കഴിച്ചതിന് ശേഷം അത് കൂടുതലായിട്ട് കണ്ടിട്ട് സാറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്, എന്തെങ്കിലും എക്സ്പീരിയൻസ്? അങ്ങനെ കണ്ടവാനും പേര് വരുന്നുണ്ട്. അതായത് വിവാഹത്തിന് മുമ്പ് ഇവർക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യക്കുറവുണ്ടാവും, പിന്നെ ശേഷിക്കുറവുണ്ടാവും, ശീഘ്രസ്ഖലനം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ വിവാഹത്തിന് മുമ്പ് തന്നെ ലൈംഗിക ശേഷിക്കുറവുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുള്ള വ്യക്തികൾ ചികിത്സ തേടുന്നതാണ് നല്ലത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ സാധാരണ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് ജാതകം നോക്കാറുണ്ട്. അതുപോലെ ഒരു മെഡിക്കൽ ജാതകം നോക്കുന്നത് നല്ലതാണ്. പ്രഷറുണ്ടോ, പ്രമേഹമുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹോർമോൺ ലെവൽ എത്രത്തോളം ഉണ്ട്, ബീജാണുക്കളുണ്ടോ, ഇതെല്ലാം ഒരു ഡോക്ടറെ കണ്ടിട്ട് രണ്ടുപേരും കൂടെ പരിശോധന നടത്തിയിട്ട്, അതായത് പുരുഷൻ്റെ പരിശോധനയും സ്ത്രീയുടെ പരിശോധനയും നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുകയാണെങ്കിൽ ഒരു കുടുംബം നന്നായി പോകും. വിവാഹം കഴിച്ചതിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് കലഹവും ലഹളയും ഉണ്ടാക്കുന്നതിൽ ഒരർത്ഥവുമില്ലല്ലോ. സാറിന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ വന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നമ്മുടെ സാഹചര്യത്തിൽ ഞങ്ങളതിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഒരു ക്രിസ്ത്യൻ ഇതിൽ ചർച്ചുകളിൽ, അതായത് പള്ളികളിലൊക്കെ കൗൺസിലിംഗ് നടത്താറുണ്ട്. അതായത് സെക്ഷൽ ചെക്കപ്പ് നടത്തണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ചിലപ്പോൾ ഞങ്ങൾ 1-2 മാസത്തിനുള്ളിൽ അത് അനൗൺസ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സമൂഹം അതിന് എത്രത്തോളം പ്രതികരിക്കും, എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം തൻ്റെ രോഗം മൂടി വയ്ക്കുന്നതിലാണ് ജനങ്ങൾക്ക് കൂടുതലും താല്പര്യമുള്ളത്. ഇപ്പോൾ നമ്മൾ പുരുഷനെ കുറിച്ചിട്ടാണ്, പുരുഷൻ്റെ ഈ പ്രശ്നങ്ങളാണല്ലോ സാർ ചർച്ച ചെയ്തത്. ഇതേപോലെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും സാർ വിവരിക്കാം? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ലൈംഗിക താല്പര്യമില്ലായ്മയാണ്. അതായത് അവരുടെ യോനിയിൽ നനവുണ്ടാകാതെ വരിക. ഇത് ഹോർമോൺ സംബന്ധമായതാകാം, അതുപോലെ തന്നെ ഭയപ്പാട് മൂലവും ആകാം. അത്തരം രോഗികൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ അവരുടെ ഹോർമോൺ ടെസ്റ്റുകളും എല്ലാം ചെയ്യുന്നുണ്ട്. ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുന്നുണ്ട്. വളരെയധികം സ്ത്രീകൾക്ക് അതുകൊണ്ട് ഗുണം കിട്ടുന്നുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ച ഇല്ലാത്ത ഒരവസ്ഥയുമായി വരാറുണ്ട്. 10-15 മിനിറ്റ് ബന്ധപ്പെട്ടാലും ശരി, അവർക്ക് പ്രത്യേകിച്ചൊന്നും അനുഭവപ്പെടുന്നില്ല, ഒരു അനുഭൂതിയും ഉണ്ടാകുന്നില്ല, ചില വേദനയുമില്ല, ഒരു പ്രശ്നവുമില്ല. അത്തരം സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അറിയാൻ ഇവരെ ക്ലൈറ്റോറിയൽ ബയോതെസ്മിയോമെട്രി ആ രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം അതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകി സന്തോഷകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട്. സാർ, ആ ടെസ്റ്റുകളൊന്ന് വിവരിക്കാമോ? ക്ലൈറ്റോറിയൽ ബയോതെസ്മിയോമെട്രി എന്ന് പറയുമ്പോൾ ക്ലൈറ്റോറിസ് ആണ് സാധാരണ ഇതിലൊരു സ്ത്രീയുടെ ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്, അഥവാ രതിമൂർച്ച ഉണ്ടാക്കുന്നതിൽ. ഇവിടെ ക്ലൈറ്റോറിസിലേക്ക് ഒരു പ്രോബ് വെച്ചിട്ട് സ്റ്റിമുലേഷൻ നൽകുകയാണ്. ഏത് ലെവലിലാണ് അതിന് ഏത് സ്റ്റിമുലേഷൻ പോയിന്റിലാണ് ഓർഗാസം ഉണ്ടാകുന്നതെന്ന് നോക്കുന്നു, അഥവാ ഓർഗാസം ഉണ്ടാകാത്ത അവസ്ഥ ഉണ്ടാകുന്നു എന്ന് നോക്കുന്നു. പിന്നെ ഒരു ഇൻടോളറൻസ് റേറ്റ് ഉണ്ട്, എപ്പോഴാണ് ഇൻടോളറൻസ് ഉണ്ടാകുന്നതെന്ന് നോക്കുന്നു. ഇത് രണ്ടും വെച്ചിട്ട് ആ സ്ത്രീയുടെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുവാനും കഴിയും. ഇനി ഇത്തരം ചികിത്സകൾ ഇവിടെ ലഭ്യമാണല്ലോ അല്ലേ? ഇത്തരം ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. ചെലവൊക്കെ എങ്ങനെയാണ് സാർ? ഇത് നല്ല ചിലവുള്ള ചികിത്സയാണ്. അതായത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു 2500 രൂപ മുതൽ 12,000 രൂപ വരെയൊക്കെ എല്ലാ ഹോർമോണൊക്കെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ആവശ്യം വരും. ഇതുകൂടാതെ യോനി സങ്കോചം, അതായത് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത
ദമ്പതികൾ ഇവിടെ വരാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് അവരുടെ പ്രശ്നമെന്നുള്ളത് വിലയിരുത്തി അവരുടെ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്ത് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ചികിത്സയിലേക്ക് പോകാറുണ്ട്. എന്താണ് സാർ ഈ യോനി സങ്കോചം? യോനി സങ്കോചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പാട് മൂലം യോനി ടൈറ്റായിട്ട് അടഞ്ഞു വരിക. അങ്ങനെ അടഞ്ഞു വരുന്നതോടുകൂടി പുരുഷന് ലിംഗം പ്രവേശിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥ വരിക. പുരുഷനെ എപ്പോഴും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കും ബന്ധപ്പെടുന്ന സമയത്ത്. അതുപോലെ ഇവർ പുറകോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് അതിനകത്ത് വരുന്നത്. അത്തരം വ്യക്തികൾ ചികിത്സിച്ചില്ലെങ്കിൽ 8ഉം 10ഉം അല്ല, ജീവിതകാലം മുഴുവൻ അങ്ങനെ അങ്ങ് പോയി പോകും. അതായത് സ്നേഹത്തിനൊരു കുറവും ഉണ്ടാവില്ല, വളരെയധികം സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ ലൈംഗിക ബന്ധം മാത്രം നടക്കില്ല. ക്ലൈറ്റോറിയൽ സ്റ്റിമുലേഷൻ നടക്കും, അതുപോലെ തന്നെ ബ്രസ്റ്റ് സ്റ്റിമുലേഷൻ നടക്കും, ഹഗ്ഗിങ് ഉണ്ടാവും, കിസ്സിങ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ലൈംഗിക ബന്ധം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇവരിൽ ചിലർക്ക് വിർജിൻ മേരി സിൻഡ്രോം എന്ന് പറയുന്ന രീതിയിൽ കുട്ടികൾ വരെ ഉണ്ടാകാറുണ്ട്. അതായത് ബന്ധപ്പെടുമ്പോൾ യോനിയുടെ മുഖത്ത് ചിലപ്പോൾ ശുക്ലം വീണാൽ അവിടുന്ന് ശുക്ലം ഉള്ളിലേക്ക് പോയിട്ട് ചിലപ്പോൾ ഗർഭം ധരിച്ചെന്ന് വരെ വരാം. പക്ഷേ യോനിക്കുള്ളിലേക്ക് ലിംഗം കടക്കാതെയുള്ള ഗർഭധാരണമാണത്. അത്തരം അവസ്ഥകളിൽ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ അതായത് ആ കുടുംബത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സാർ ഇത് കൗൺസിലിംഗ് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും ഇതിൽ, അതോ? അങ്ങനെ കൗൺസിലിംഗ് ഒരു ഘടകമാണെന്ന് മാത്രം. കൗൺസിലിംഗ് കൊണ്ട് മാത്രം യോനി സങ്കോചം ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. അത് തെറ്റിദ്ധാരണയാണ്. വളരെ ചെറിയ രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് കഴിഞ്ഞെന്ന് വരാം. പക്ഷേ ഡയലേറ്റർ തെറാപ്പി പോലുള്ള തെറാപ്പി ഇവിടെ ചെയ്യുന്നുണ്ട്. ആ ഡയലേറ്റർ തെറാപ്പിയും കൗൺസിലിങ്ങുമാണ് ഞങ്ങൾ. പിന്നെ കംപ്ലീറ്റ് ഹോർമോൺ അനാലിസിസ് നടത്തുന്നുണ്ട്. ഈ വഴിക്ക് ചികിത്സിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് സാർ ഈ ഡയലേറ്റർ തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത്? ഡയലേറ്റർ തെറാപ്പി എന്ന് പറഞ്ഞാൽ യോനിക്കുള്ളിലേക്ക് വളരെ ചെറിയ ഡയലേറ്ററുകൾ ഈ സ്ത്രീ തന്നെ ഭർത്താവിൻ്റെ സഹായത്തോടെ മെല്ലെ കടത്തിവിടുന്നു. അവർ തന്നെ കടത്തിവിടുന്നുകൊണ്ട് അവരുടെയൊക്കെ ഭയപ്പാടുണ്ടാകുകയില്ല. അതിൻ്റെ വലിപ്പം കൂടിയതായിട്ട് അങ്ങനെ മേലോട്ട് പോയി ലിംഗത്തിൻ്റെ വലിപ്പമുള്ള ഒരു ഡയലേറ്റർ കടത്തുവാൻ അവർക്ക് സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് ഡയലേറ്റർ തെറാപ്പി. മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ് സാർ ഈ സ്ത്രീ അഭിമുഖീകരിക്കുന്നത്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യോനിയിൽ നനവില്ലാത്ത, ഞാൻ പറഞ്ഞ പോലെ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന ഒന്നാണ് യോനിയിലും ലിംഗത്തിലും അണുബാധ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ അണുബാധ ഉണ്ടാകുമ്പോൾ അസഹനീയമായ ഒരു വൃത്തികെട്ട മണം അവർക്ക് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ലൈംഗിക ബന്ധം സാധിക്കാതെ വരുന്നു. ഇതുകൂടാതെ ലൈംഗിക രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതെല്ലാം ഞങ്ങളിവിടെ ചികിത്സിക്കുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നമെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ചികിത്സ നൽകുന്നതിലാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഈ സാധാരണഗതിയിൽ ഇപ്പം നടന്നു വരുന്ന ഒരു രീതി, ബേസിക് ടെസ്റ്റ്, ഒരു ടെസ്റ്റും ചെയ്യാതെ വരുന്നു, കേൾക്കുന്നു, മരുന്ന് നൽകുന്നു, അങ്ങനെയുള്ളൊരു ഇതുകൊണ്ട് പോവുകയാണെങ്കിൽ രോഗത്തിൻ്റെ കാരണം നാം കണ്ടുപിടിക്കില്ല. രോഗത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാതിരുന്നാൽ ഭാവിയിലത് പ്രശ്നങ്ങളിലേക്ക് പോകും. അതാണ് അതിനകത്ത് വരുന്ന കാര്യം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗികമായിട്ടുള്ള ഏത് പ്രശ്നമാകട്ടെ അതിനെല്ലാം പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഈ ISRM. അതിനകത്ത് എല്ലാ രീതിയിലുള്ള ചികിത്സയും ഉണ്ട് ഇവിടെ. അത്തരം ചികിത്സകൾ നൽകിക്കൊണ്ട് ഒട്ടനവധി ദമ്പതികൾക്ക് നല്ലൊരു പുതുജീവിതം നൽകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലവിൻ്റെ കാര്യത്തിൽ ചിലവ് രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചാണ്, അതായത് രോഗിയുടെ അവസ്ഥ അനുസരിച്ചല്ല. രോഗം കഠിനമായതോ കാലപ്പഴക്കം ചെന്നതോ ആണെങ്കിൽ അതിന് കാര്യമായ ചികിത്സാ ചിലവ് വരും. വളരെ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ ചികിത്സയ്ക്ക് ചിലവ് അത്രത്തോളം വരികയില്ല. എന്നാലും രോഗിയുടെ അവസ്ഥയല്ല, രോഗത്തിൻ്റെ അവസ്ഥയ്ക്കാണ് ഞങ്ങൾ പ്രാധാന്യം നൽകാറുള്ളത്. സാർ ഇതിൽ ഈ രോഗങ്ങൾ വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുമൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്തെല്ലാമാണ്? അതുമൂലം ഉണ്ടാകുന്നത് ഈ അണുബാധയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ അണുബാധയ്ക്ക് ഫംഗലാണെങ്കിൽ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻറ്റ് നടത്തണം. അതൊക്കെ കൾച്ചർ ചെയ്തിട്ട്, അതായത് യോനിയിലായാലും ലിംഗത്തിലായാലും എന്താണ് അണുബാധ ഉണ്ടെങ്കിൽ അത് സ്വാബ് എടുത്തിട്ട് കൾച്ചർ ചെയ്തിട്ട് അണുക്കൾ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള മരുന്നുകൾ നൽകുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ അണുബാധ ശരീരത്തിൻ്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ മാരക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? അതുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്നേ ഉള്ളൂ. ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത് അതോടൊപ്പം തന്നെ ഇത് പകരാനും സാധ്യതയില്ലേ സാർ? പുരുഷനും സ്ത്രീക്കും, പുരുഷനൊരു അണുബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീക്ക് വരാം, സ്ത്രീക്കുണ്ടായാൽ പുരുഷന് വരാം. അതുകൊണ്ട് ഇത്ര അണുബാധയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്ന് നൽകുമ്പോൾ ദമ്പതികൾ 2 കൂട്ടരും കഴിക്കണമെന്നാണ് ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത് മിക്ക പ്രശ്നങ്ങളിലും.
നമ്മളിവിടെ ചർച്ച ചെയ്തത് ISRMലെ ചികിത്സാ രീതികളും ചെലവുകളെയും കുറിച്ചാണ്. അവിടുത്തെ ചെലവുകളെയും കുറിച്ചാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ വന്ന് ചികിത്സ നേടാവുന്നതാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തത് ISRMലെ ചികിത്സാ രീതികളെക്കുറിച്ചും അവിടുത്തെ ചെലവുകളെക്കുറിച്ചുമാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ഇത്തരം അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ISRMൽ വന്ന് ചികിത്സ തേടാവുന്നതാണ്. ISRMൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ISRM എന്ന് ടൈപ്പ് ചെയ്ത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.